ബിജു പ്രഭാകറിനെ KSEB ചെയർമാനായി നിയമിക്കാനുള്ള നിർദ്ദേശം സർക്കാർ തള്ളി. വൈദ്യുത മന്ത്രിയാണ് ബിജു പ്രഭാകറിനെ KSEB ചെയർമാനായി നിലനിർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വിരമിച്ചവരെ ബോർഡ് ഡയറക്ടർമാരായി നിയമിക്കരുത് എന്ന് നേരത്തെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ചെയർമാനും ബാധകമാണ് എന്ന വിലയിരുത്തലിലാണ് നിർദ്ദേശം ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ നേരത്തെ ഉള്ള മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം വിരമിച്ച ആളുകളെ, ഉദ്യോഗസ്ഥരെ ബോർഡ് ഡയറക്ടർമാരായി നിയമിക്കരുത് എന്നത്, ആ നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണോ ഈ എതിർപ്പോ, അതോ അതിനപ്പുറത്തേക്കുള്ള മറ്റു കാരണങ്ങൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? ബിജു പ്രഭാകർ KSEB ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് KSEBയുടെ ചെയർമാൻ സ്ഥാനത്ത് പുനർനിയമനം നൽകണമെന്ന ശുപാർശ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ നിരാകരിച്ചിരിക്കുന്നത്. KSEB ചെയർമാനായി ബിജു പ്രഭാകരെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം. പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ KSEBയിലേക്ക് വിരമിച്ച ആളുകളെ ഡയറക്ടർമാരായി നിയമിക്കുന്നതിന് പ്രപ്പോസൽ വന്നിരുന്നു. അപ്പോൾ വിരമിച്ചവരെ നിയമിക്കരുതെന്നാണ് മുഖ്യമന്ത്രി ഫയൽ കുറിച്ചത്. അത് KSEB ചെയർമാൻ സ്ഥാനത്തിനും ബാധകമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു പ്രഭാകരെ KSEB ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ KSEB ചെയർമാൻ സ്ഥാനത്ത് വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച IAS അസോസിയേഷനും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ രണ്ട് കാരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിജു പ്രഭാകറുടെ പുനർനിയമന നിർദ്ദേശം സർക്കാർ തള്ളിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിരമിച്ചവരെ ബോർഡ് ഡയറക്ടർമാരായി നിയമിക്കരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ ഒരു ഫയലിൽ കുറിപ്പെഴുതിയിരുന്നു. ഇത് KSEB ചെയർമാന്റെ കാര്യത്തിലും ബാധകമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം നിരാകരിക്കപ്പെട്ടത്. IAS അസോസിയേഷനും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനൊപ്പമുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.